ശ്രീ കെ ഡി പ്രസേനൻ. സർ, ഈ സ്ക്രീനിങ്ങിലൂടെ ക്യാൻസർ സംശയിക്കുന്നവർക്ക് പരിശോധനയും ചികിത്സയുമെല്ലാം സൗജന്യമായി നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമോ എന്നത് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ആധുനിക ക്യാൻസർ രോഗ ചികിത്സയിൽ സർജറി ഒഴിവാക്കി ഹ്യൂമനൈസ്ഡ് ആൻറ്റിബോഡി ചികിത്സ ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അതൊരു ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഒരു ഇഞ്ചക്ഷന് തന്നെ 2.5 ലക്ഷത്തോളം ചിലവ് വരും. 10-20 ഇഞ്ചക്ഷൻ ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ടി വരികയാണ്. നിലവിൽ വലിയ സ്വകാര്യ ആശുപത്രികളിലാണ് ഈ സംവിധാനമുള്ളത്. നമുക്ക് നമ്മുടെ സർക്കാർ സഹകരണ മേഖലയിൽ ഇത് CSR ഫണ്ടിൻ്റെയോ മറ്റു പിന്തുണയോടുകൂടി ഇത്തരം ആധുനിക ചികിത്സാ രീതികൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന് പറയാം. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ചികിത്സാ സംവിധാനം നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിൽ ലഭ്യമാണ്. സർ, ഇപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ കാസ്പ് വഴി നൽകുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജിയിലാണ് സാർ, ക്യാൻസർ ചികിത്സയിലാണ്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജ് ആകട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ തേടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചു. സർ, 2 കാര്യമാണ്. ഒന്ന്, ഈ ആളുകൾക്ക് ഭയം, ക്യാൻസർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എന്തിനാണ് ഇത് അറിയുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അവസാന ഘട്ടത്തിലാണ് അറിയുന്നതെങ്കിൽ ക്യാൻസർ രോഗം സങ്കീർണമാകും, ചികിത്സ സങ്കീർണമാകും. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉള്ളവർ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ഉണ്ടാകും. സർ, അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. ഒന്ന്, BPL വിഭാഗത്തിലുള്ള എല്ലാവർക്കും സൗജന്യമായി തന്നെ നൽകും. APL വിഭാഗത്തിന് സർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ നൽകും. ഈ പ്രൈവറ്റ് ആശുപത്രികളോട് ചർച്ച ചെയ്തിരുന്നു. എല്ലാ പ്രൈവറ്റ്, അതായത് ഓങ്കോളജി ട്രീറ്റ്മെൻ്റ് ഉള്ള പ്രൈവറ്റ് ആശുപത്രികളെല്ലാം തന്നെ മാനേജ്മെൻറ്റുകൾ ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് വിടുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടവരാണ് ചെയ്തു കൊടുക്കാം, അല്ലാത്തവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെയ്തു കൊടുക്കാമെന്ന് പല മാനേജ്മെൻറ്റുകളും അറിയിച്ചിട്ടുണ്ട്. ലാബുകൾ, ഈ നെറ്റ്വർക്കുള്ള ലബോറട്ടറികളുടെ ഉടമസ്ഥരെയും വിളിച്ചിരുന്നു സർ. അവരും വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് നൽകുന്നത്. അപ്പോൾ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ്. മറ്റുള്ളവർക്ക് ചികിത്സാ പരിരക്ഷയുള്ളവർക്ക് അതിൽ കവർ ചെയ്യും, ബാക്കിയുള്ളവർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സർ.